എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ 2ാമത്തെ ചാപ്റ്ററായ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന പാഠഭാഗമാണ്. അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഫീച്ചേഴ്സ് ഓഫ് ദി പ്രസൻറ്റ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ക്യാൻ ബി സീൻ ഇൻ ദി മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം? ഡിസ്കസ് ആൻഡ് കമ്പയർ. അതായത് ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടന സംവിധാനത്തിൽ, അതായത് ഇന്ത്യൻ ഭരണ സംവിധാനത്തിലെ ഏതൊക്കെ സവിശേഷതകളാണ് മൗര്യ ഭരണകാലത്ത് കാണാൻ കഴിഞ്ഞത് എന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ: സെക്യുലാരിസം. മതേതരത്വം നമ്മൾ അതിൻ്റെ അത് കണ്ടിട്ടുണ്ടല്ലോ, എല്ലാ മതങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിരുന്നല്ലോ അവർ. സെൻട്രൽ ഗവൺമെൻറ് സിസ്റ്റം, നമുക്ക് കേന്ദ്രഭരണം ഉണ്ടല്ലോ, അവിടെയും അങ്ങനെയായിരുന്നല്ലോ, പ്രവശ്യകളായിട്ട് തിരിച്ചിട്ട് അവർക്ക് ഗവർണർമാരല്ലേ ഭരിച്ചിരുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ വീക്കർ സെക്ഷനോട് അനുകമ്പയുള്ളവരായിരുന്നു. എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രോവിൻസസ്. അവർ പ്രോവിൻസസ് ആയിട്ട് നമ്മളേത് സ്റ്റേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളില്ലേ, അതുപോലെ അവർ പല പ്രവശ്യകളായിട്ട് തിരിച്ചിരുന്നല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എക്സ്പ്ലെയിൻ ദ ഹിസ്റ്ററി ഓഫ് ഗ്രോത്ത്. നമ്മുടെ മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ ട്രേഡിലുണ്ടായ ഗ്രോത്തിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവർ എന്തൊക്കെ സാധനങ്ങൾ ട്രേഡ് എങ്ങനെയാണ് നടത്തിയിരുന്നതെന്ന് നോക്കാം. ഏത് മാർഗമാണ് ട്രാൻസ്പോർട്ട് എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ലാൻഡ്, സീ ആൻഡ് റിവർ. കരമാർഗവും കടൽ മാർഗവും നദിമാർഗവും ഒക്കെ അവർ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നു. എന്തൊക്കെ സാധനങ്ങളാണ് അവർ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത്? ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ടെക്സ്റ്റൈൽസ്, വസ്ത്രങ്ങൾ, മെറ്റൽ, ലോഹം, ഇവയെല്ലാമാണ് അവർ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത്. അടുത്തത്, ഈ കച്ചവടമൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് പേരുണ്ടായിരുന്നു, കച്ചവട സംഘങ്ങൾക്ക്. അതെന്താണ്? സെത്തീസ് ആൻഡ് സാതവാഹകർ. ഈ രണ്ട് പേരിലാണ് കച്ചവടക്കാർ അറിയപ്പെട്ടിരുന്നത്. പിന്നെ അവരുടെ ഉപയോഗിച്ചിരുന്ന കോയിൻസ് അതെന്താണെന്ന് നോക്കാം. സിൽവർ ആൻഡ് കോപ്പർ പഞ്ച് മാർക്കഡ് കോയിൻസ് വേർ യൂസ്ഡ് ടു ട്രേഡ്. അതായത് അവരുപയോഗിച്ചിരുന്നത് എന്താണ്? സിൽവറിലും കോപ്പറിലും തീർത്ത പഞ്ച് മാർക്കഡ്, മുദ്രിതമായി എന്തെങ്കിലുമൊക്കെ മുദ്രകൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കോയിൻസാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം മനസ്സിലായല്ലോ. അപ്പം ഇവരുടെ ഗ്രോത്ത്, ട്രേഡിലുണ്ടായ ഗ്രോത്ത്, മൗര്യ പീരീഡിലെ ട്രേഡിലുണ്ടായ ഗ്രോത്താണ്. എന്തൊക്കെ എങ്ങനെയാണ് അവർ ആദ്യം ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത്? സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്ന ലാൻഡ്, സീ ആൻഡ് റിവർ. എന്തൊക്കെ സാധനങ്ങളാണ്? ഗ്രെയിൻസ്, ടെക്സ്റ്റൈൽസ്, മെറ്റൽ. അവരറിയപ്പെട്ടിരുന്ന രണ്ട് പേരുകൾ എന്തൊക്കെയായിരുന്നു? അന്നത്തെ കച്ചവടക്കാർ, ട്രേഡേഴ്സ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? സെത്തീസ് ആൻഡ് സാതവാഹകർ. അവരുപയോഗിച്ചിരുന്ന കോയിൻസ് ഏതൊക്കെയാണ്? പഞ്ച് മാർക്കഡ് സിൽവർ ആൻഡ് കോപ്പർ കോയിൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഹാജനപദങ്ങൾ രൂപം കൊണ്ടതും പിന്നീട് മൗര്യരാജ്യമായി മാറിയതുമൊക്കെയാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേ കാലഘട്ടത്തിൽ തന്നെ സമാനമായ രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നൊരു മറ്റൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് യൂറോപ്പിലെ ഗ്രീസ് ആയിരുന്നു. ഈ ഗ്രീസിൽ ഒരുപാട് ചെറിയ ചെറിയ നഗരരാഷ്ട്രങ്ങളുണ്ടായിരുന്നു. അവിടെയും ഗ്രാമങ്ങളിൽ എന്തായിരുന്നു? കൃഷിയായിരുന്നു മെയിനായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അഗ്രികൾച്ചറിൽ അവർക്ക് ഗ്രോത്ത് ഉണ്ടായപ്പോൾ അതിൻ്റെ ട്രേഡ് നടത്താൻ വേണ്ടി എന്ത് വരും? നഗരങ്ങൾ വരും. അങ്ങനെ ഒരുപാട് നഗരങ്ങൾ വളർന്നു വരാൻ തുടങ്ങി. എവിടെയാണോ ഈ കൃഷിയിടങ്ങളുള്ളത്, അതായത് അവർ കൃഷി ചെയ്യുന്ന അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കുമല്ലോ ഈ സിറ്റീസ് വരുന്നത്. ആ ഗ്രാമങ്ങളെ ചുറ്റിപ്പറ്റിയാണല്ലോ ഈ സിറ്റീസ് ഉണ്ടാകുന്നത്. താങ്കളുടെ നാട്, അന്നേരം ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കൂടെ താങ്കളുടെ നാട് ആക്രമിക്കപ്പെടാതിരിക്കാനായിട്ട് എന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ട് അടുത്തടുത്തുള്ള ഗ്രാമങ്ങളെല്ലാം കൂടെ ഒന്നിച്ചുകൂടി നിന്നു. അപ്പോൾ അതെന്തായി? ചെറിയൊരു സ്റ്റേറ്റ് പോലെയായി. അപ്പോൾ അതിനോട് ചേർന്നുള്ള നഗരവും ആ കുറച്ച് കൃഷി ചെയ്യുന്ന ഗ്രാമങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് അങ്ങനെ ചെറിയ ചെറിയ സ്റ്റേറ്റുകൾ നിലവിൽ വന്നു. അതിനെയാണ് ഈ സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഗ്രാമങ്ങളും നഗരങ്ങളും ചേർന്നുണ്ടായ രാജ്യങ്ങളാണ് ഈ സിറ്റി സ്റ്റേറ്റ് അഥവാ നഗരരാഷ്ട്രങ്ങളെന്ന് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് സിറ്റി സ്റ്റേറ്റ്? അതെവിടെയായിരുന്നു? ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഈ സിറ്റി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രീസിൽ ഈ വില്ലേജസ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വില്ലേജസ് ഒരുമിച്ച് ചേർന്ന് നിന്നത്?
പർപ്പസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഗവർണൻസ് ദേ കെയിം ടു ബി നോൺ ആസ് സിറ്റി സ്റ്റേറ്റ്. അതായത് ഗ്രീസിൽ പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായിട്ട് ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നു. അവ എന്തെന്നറിയപ്പെട്ടു? നഗരരാഷ്ട്രങ്ങളെന്ന് അറിയപ്പെട്ടു. എ സിറ്റി സ്റ്റേറ്റ് കൺസിസ്റ്റഡ് ഓഫ് ദി സിറ്റി ആൻഡ് ദി സറൗണ്ടിങ് അഗ്രികൾച്ചർ വില്ലേജ്. അതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു. ഈ നഗരരാഷ്ട്രങ്ങൾക്ക് എന്തായിരുന്നു പ്രത്യേകത? ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതാണ് ഈ സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബൗണ്ടറീസ് എങ്ങനെയായിരുന്നു? ഹിൽസ് ആൻഡ് മൗണ്ടൻസ് പ്രൊവൈഡ് നാച്ചുറൽ ബൗണ്ടറീസ്. ഈ സിറ്റി സ്റ്റേറ്റിന് ബൗണ്ടറി ഉണ്ടാക്കി. നമ്മൾ കോട്ടവാതിൽ കെട്ടിയതുപോലെ അവർക്കുണ്ടായിരുന്ന ബൗണ്ടറിയാണ് ഹിൽസും മൗണ്ടൻസും ഒക്കെ. പിന്നെ എന്നതായിരുന്നു? സം ഓഫ് ദി സിറ്റി സ്റ്റേറ്റ് വേർ ഐലൻഡ്സ്. പിന്നെ എന്താ ഉണ്ടായിരുന്ന? ദ്വീപുകളും ഉണ്ടായിരുന്നു. അടുത്തത്, ദ ക്യാപിറ്റൽ ഓഫ് ദി സിറ്റി സ്റ്റേറ്റ് വേർ ലൊക്കേറ്റഡ് ഓൺ ഹൈ ഹിൽസ്. ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതായത് ഈ സിറ്റികളുടെയൊക്കെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉയർന്ന കുന്നുകൾക്ക് മീതെയായിരുന്നു. ഇവരുടെ എല്ലാം ക്യാപിറ്റൽസ് വരുന്നത് വലിയ കുന്നുകൾക്ക് മേളിലായിരുന്നു. ഇനി അവിടുത്തെ ഇങ്ങനെ വന്ന മേജർ സിറ്റീസ് ഏതൊക്കെയാണെന്നാണ്. ദ മേജർ സിറ്റി സ്റ്റേറ്റ് ഇൻ ഗ്രീസ്. അല്ല, അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് സിറ്റി സ്റ്റേറ്റ് ഇൻ ഗ്രീസ്? ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. നോക്കാം ഏതൊക്കെയാണെന്ന്. ഏഥൻസ്, സ്പാർട്ട, തിബിസ്, കൊറിന്ത്. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഏഥൻസ്, സ്പാർട്ട, തിബിസ്, കൊറിന്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ഫീച്ചർ ഓഫ് ഏഥൻസ് ഡെമോക്രാറ്റിക് സിസ്റ്റം? അതായത് ഇനി നോക്കുന്നത് അവിടുത്തെ ഭരണ രീതികളെ പറ്റിയായിരുന്നു. അവിടെ അന്ന് ജനാധിപത്യ രീതിയിലുള്ള, അതായത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഭരണ രീതിയായിരുന്നു നിലനിന്നിരുന്നത്. അതായത് നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള പോലെ നാട്ടുഭരണമായിരുന്നില്ല അവിടെ നടന്നിരുന്നത്. നോക്കാം അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾ മെയിൽസ് ഓവർ ദി ഏജ് ഓഫ് 30, അതായത് എല്ലാ ആണുങ്ങളും 30 വയസ്സിന് മുതിർന്ന ആണുങ്ങളൊക്കെയും ആരൊഴികെ അടിമകളായിട്ടുള്ളവരൊഴികെയുള്ള എല്ലാ 30 വയസ്സിന് മേലുള്ള ആണുങ്ങളെയും എന്തായിട്ട് കരുതിയിരുന്നു? സിറ്റിസൺസ് ആയിട്ട് കരുതിയിരുന്നു. അടിമകളല്ലാത്ത 30 വയസ്സിന് മേളിലുള്ള എല്ലാ പുരുഷന്മാരെയും. ഓൾ മെയിൽസ് ഓവർ ദി ഏജ് ഓഫ് 30. അടുത്തത്, ദീസ് സിറ്റിസൺ ഫോമിഡ് കമ്മിറ്റി. ഇവരെന്ത് ചെയ്യും? ഈ പൗരന്മാരൊക്കെ അവരെല്ലാവരും കൂടെ ചേർന്നൊരു കമ്മിറ്റി കൂടിയിട്ട് അതിൻ്റെ അകത്ത് എത്ര പ്രാവശ്യം കൂടും? 4 ടൈം, വർഷത്തിൽ 4 പ്രാവശ്യം കൂടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസിഷൻ ഓൺ ഇമ്പോർട്ടൻ്റ് മാറ്റർ. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ആണുങ്ങളുടെ സംഘം, ഈ 30 വയസ്സിന് മേളിലുള്ള ആണുങ്ങളുടെ സംഘം കമ്മിറ്റി കൂടിയിട്ട് വർഷത്തിൽ എത്ര പ്രാവശ്യം കൂടും? 4 ടൈംസ്. എന്നിട്ടാണ് ഇമ്പോർട്ടൻ്റ് മാറ്റേഴ്സിൽ ഡിസിഷൻ എടുത്തിരുന്നത്. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താത്തത് ആരൊക്കെയായിരുന്നു? വുമൺസ്, ആർട്ടിസൻസ് ആൻഡ് ഫോർജിനേഴ്സ് ഹു വർക്ക്ഡ് ആസ് ട്രേഡേഴ്സ്. അപ്പം ഈ പൗരന്മാരായിട്ട് കണക്കാക്കാതിരുന്നത് സ്ത്രീകളെയും കരകൗശല തൊഴിലുകൾ ചെയ്യുന്നവരെയും കച്ചവടത്തിനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ വിദേശികളായിട്ടുള്ളവരെയൊക്കെയാണ് ഈ സിറ്റിസണായിട്ട് അവർ കണക്കാക്കുന്നത്. ഇതിനകത്ത് 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ടെസ്റ്റിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഏഥൻസിലെ ഭരണ സംവിധാനവും ആധുനിക ജനാധിപത്യവും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളിലായിരുന്നു വ്യത്യാസമുണ്ടായിരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് എഴുതിയെടുത്ത് പഠിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, കമ്പയർ ചെയ്യാൻ. ഇന്ത്യയിലെ മഹാജനപദാസും ഗ്രീസിലെ സിറ്റി സ്റ്റേറ്റും കൂടെ കമ്പയർ ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. ഇതും കൂടെ നിങ്ങൾ എഴുതിയെടുത്ത് പഠിച്ചു കൊടുക്കുക. ഇതോടുകൂടി ഈ ക്ലാസ്സിലെ ഈ ടെസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.